നിങ്ങൾക്കറിയാമോ ആന്റണി രാജുവിന്റെ ജപ്തി കേസ് എന്താണെന്നുള്ളത്? ആന്റണി രാജുവിന്റെ ജപ്തി കേസ് വെറുമൊരു ജപ്തി കേസ് മാത്രമല്ല, വളരെ സീരിയസ് ആയി തന്നെ കാണേണ്ട ഒരു സാമൂഹ്യ ദ്രോഹമാണിത്. ഏകദേശം 35 വർഷങ്ങളോളം പഴക്കമുള്ള ഈ കേസിൽ പലപ്പോഴായി ആന്റണി രാജു ഊരിപ്പോന്ന കേസിൽ അയാളിപ്പോ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു, ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇതാണ് ആ കേസ്. 1990 ഏപ്രിലിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് ആൻഡ്രൂസ് എന്ന ഒരു ഓസ്ട്രേലിയൻ ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അയാളുടെ കയ്യിൽ നിന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് കണ്ടെത്തിയതായി 60 ഗ്രാമോളം ഹാഷിഷ് പിടികൂടി. കീഴ്ക്കോടതി പ്രതിക്കായി ഹാജരായ വക്കീലിന്റെ ഗുമസ്തനായി അന്ന് ജോലി ചെയ്യുകയായിരുന്നു ആന്റണി രാജു. കേസ് തോൽക്കുകയും 10 വർഷം തടവ് ആൻഡ്രൂസിന് ലഭിക്കുകയും ചെയ്തെങ്കിലും ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി തൊണ്ടി മുതലായ ജെട്ടിയിൽ തിരിമറി നടത്തി ഇവിടെ നിന്ന് ഓസ്ട്രേലിയക്ക് കടക്കുകയും ചെയ്തു. ഇവിടെ തൊണ്ടി മുതലായ ജെട്ടി ആന്റണി രാജു അന്നത്തെ ഹൈക്കോടതി ക്ലർക്കിന്റെ സഹായത്തോടെ ചെറിയ സൈസിൽ ഉള്ളതാക്കി തിരികെ വെച്ച ശേഷം കോടതിയിൽ ആൻഡ്രൂസ് വാദിച്ചത് ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് താൻ അടിവസ്ത്രം ഉപയോഗിക്കാറില്ലെന്നും മാത്രമല്ല ഈ അടിവസ്ത്രം തനിക്ക് പാകമാകില്ലെന്നുമായിരുന്നു. കോടതി ആൻഡ്രൂസിനോട് ഇത് ധരിക്കാൻ ആവശ്യപ്പെട്ട സമയം ഇത് പാകമാകാതെ വരികയും ആ കേസിൽ നിന്ന് ആൻഡ്രൂസ് രക്ഷപ്പെടുകയും ചെയ്യുകയുണ്ടായി. തിരിച്ച് ഓസ്ട്രേലിയയിലെത്തിയ ആൻഡ്രൂസ് ഒരു കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും അവിടത്തെ തന്നെ ചോദ്യം ചെയ്യലിനിടെ അയാളുടെ സഹതടവുകാരനായ ഒരാളിൽ നിന്ന് കേരളത്തിൽ വെച്ചുണ്ടായ അയാളുടെ രക്ഷപ്പെടലിനെ പറ്റി അവിടുത്തെ പോലീസിൽ പറയുകയും ഉണ്ടായി. അവിടുത്തെ പോലീസ് അതേസമയം ഇന്റർപോളിനെ ഈ കാര്യമൊക്കെ അറിയിക്കുകയും തുടർന്ന് ഇവിടെ CBI അന്വേഷിക്കുകയും അന്നത്തെ DGP സെൻകുമാർ കേസ് റീഓപ്പൺ ചെയ്യുകയും ചെയ്തു. ഇന്ന് 35 വർഷങ്ങൾക്കിപ്പുറം ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇതുപോലുള്ള വാർത്തകൾ അറിയാനായി ഈ പുതിയ ചാനൽ ഫോളോ ചെയ്ത് കൊടു